ഇന്നത്തെ ദൂതിനു വേണ്ടി ദൈവം ഹൃദയത്തിൽ തന്ന വചനം 2 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ഒരു ചിന്താവിഷയമാണ് ഇതിന് സംഘാടകരുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചു. കർത്താവിൻ്റെ മടങ്ങിവരവ്, ഇതാ ഞാൻ വേഗം വരും. ഇതിനെക്കുറിച്ച് എന്താ പ്രസംഗിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് പ്രസംഗിക്കേണ്ടത് കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ, കർത്താവിൻ്റെ വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിൽ ഓരോരുത്തർക്ക് എത്ര ഏക്കർ സ്ഥലം കിട്ടും, കെട്ടിടത്തിൻ്റെ വലിപ്പം, അതിൻ്റെ തറയിൽ വിരിച്ചിരിക്കുന്ന സാധനങ്ങൾ, മുകളിലത്തെ റൂഫ്, പിന്നെ സ്ക്വയർ ഫീറ്റ്, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പുസ്തകങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. 1.5 ഏക്കർ വെച്ച് ഒരാൾ കിട്ടുമെന്നൊക്കെയാണ് എൻ്റെ കണക്ക്. ഒരല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, അവിടെ ചെല്ലുന്നത് എങ്ങനെയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പ്രധാനം. അതാണ് എന്നെ സംബന്ധിച്ച് വളരെ ഭാരമുള്ള വിഷയം. കാരണം നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് വെച്ചൊന്നും ഇതിനെ കൂട്ടി നോക്കുന്നത് ശരിയാണെന്നേ അഭിപ്രായം എനിക്കില്ല. നമ്മൾ ഈ ഭൗതികത വെച്ചാൽ ഈ സ്ക്വയർ ഫീറ്റ് കൂട്ടുന്നത്. സ്വർഗത്തെ അങ്ങനെ അളക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമേ ആയിരിക്കത്തില്ല. അപ്പോൾ അതോടെ നിൽക്കട്ടെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിലായിട്ട് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ അവിടെ പോണതാരാണ് എന്ന കാര്യത്തെക്കുറിച്ച് കുറേ കൂടെ ഗൗരവമായിട്ട് പഠിക്കേണ്ടതാണ്. ഒരു മനുഷ്യനിങ്ങനെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചില അത്ഭുതങ്ങൾ കാണും. വെള്ളം വീഞ്ഞാക്കുന്നതല്ല ഞാൻ കാണുന്ന അത്ഭുതം. ഒന്നാമത്തേത്, ഞാൻ പ്രതീക്ഷിച്ച പലരും അവിടെ കണ്ടില്ല. അതാണ് ഒന്നാമത്തെ അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം, ഞാൻ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ കണ്ടു. മൂന്നാമത്തെ അത്ഭുതം, എന്നിട്ടും ഞാൻ അവിടെ കണ്ടു. മൂന്നാമത്തെ അത്ഭുതം, ഞാൻ അതിൻ്റെ കൂടെ 2 അത്ഭുതം കൂടെ ചേർന്നു. ഇവിടെ ഭയങ്കര പദവിയിലിരുന്ന പലരും ഇവിടെ വളരെ താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്നത് കാണുമോ? കണ്ടാൽ അതൊരു അത്ഭുതമായിരിക്കും. ഇവിടെ ഒരു പദവിയും കിട്ടാതെ ചിലർ അവിടെ ആദരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്നാ ഭാഷ കാര്യം? കർത്താവിന്റെ സ്വഭാവം വെച്ച് ചിന്തിക്കും. അങ്ങനെയൊക്കെ സ്തോത്രകാഴ്ച ഇടുന്ന ആളുകൾ ഒരുവിധം നല്ല തുകയായി ഇടുന്നതെങ്കിൽ അത് മടക്കി പിടിക്കത്തില്ല, അത് ഇച്ചിരി നോർത്ത് പിടിക്കും. എന്നാൽ ഏറ്റവും ചുരുട്ടി പിടിക്കുന്നത് ഏറ്റവും ചെറിയ തുകയുടെ ആളാണ്. കാരണം ഇത് മനുഷ്യന് കാണുന്നുള്ളൂ നോക്കാം. കർത്താവ് അതാ കണ്ടത്. ആരും കാണരുതെന്ന അമ്മച്ചി വിചാരിച്ചു. യേശു അമ്പരൻ അത് തന്നെ കണ്ടുപിടിച്ചു. പക്ഷെ ഞാൻ പിന്നെയും വേദപുസ്തകം വായിച്ചാൽ മനസ്സിലായി, യേശു അതല്ല കണ്ടത്. യേശു അവളുടെ പേഴ്സാണ് കണ്ടത്. അവൾ ഇട്ട ശേഷം ഇനി അതിലെന്തുണ്ടെന്നുള്ളതാണ് നോക്കിയത്. പ്രൈസ് ദി ലോർഡ്. അത് വെച്ച് നോക്കിയിട്ട് യേശു പറയും അവളെ കൂടുതലിട്ടെന്ന്. അത് വെച്ച് നോക്കിയാൽ ഈ കോൺഫറൻസിൽ ആരോ കൂടുതലിട്ടെന്ന് അറിയാൻ വിഷമാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇട്ട പാത്രത്തിൽ വന്നതിന്റെ കണക്ക് നിങ്ങൾ എടുക്കുമ്പോൾ ഇട്ടവന്റെ ബാലൻസിന്റെ കണക്കെടുത്തിട്ട് അവനെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ടോ? മനസ്സിലായില്ലേ? അതോ മനസ്സിലായതുകൊണ്ടാണോ ആമേൻ പറയാൻ പഠിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ എത്ര ഇട്ടെന്നുള്ളതല്ല, ഇനി എന്നിൽ എത്ര ഉണ്ടെന്നുള്ളതാ ദൈവത്തിന് നോക്കണം. അപ്പം നമുക്കൊരു ചോദ്യം, അതെന്തിനാ ദൈവം നോക്കുന്നത്? അത് എന്തിനാ നോക്കുന്നതെന്നോ? നീ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ്. എങ്കിൽ നിന്റെ പേഴ്സ് ദൈവത്തിന്റെ ദാനം. അവിടെ നീ ഇട്ടതല്ല, ഇടാനുള്ളതാ ദൈവം നോക്കുന്നത്. സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരാളെ മനസ്സിലാക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവെങ്കിൽ നമ്മൾ ആദരിക്കുന്ന പല ആദരവുകളും തെറ്റായി വരും. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പല മനസ്സിലാക്കലുകളും തിരുത്തേണ്ടി വരും. കാരണം കർത്താവ് വിലയിരുത്തുന്നത് പോലെയല്ല നമ്മൾ വിലയിരുത്തുന്നത്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവം ഹൃദയത്തിൽ നോക്കുന്നു. ആമേൻ. അതുകൊണ്ട് കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്?
മെസ്സേജുകളൊക്കെ കേട്ട് മെസ്സേജിനെ വിലയിരുത്താനുള്ള നല്ല കഴിവുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്നലെ ആരോ പറഞ്ഞ പോലെ കറക്റ്റ് പോയിന്റ് വിഷയത്തിലേക്ക് നേരിട്ടങ്ങ് കയറാമല്ലോ. അതുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുക. ഞാൻ പറയാൻ പോണത് 2 കാര്യമാണ്. ഒന്ന് സുവിശേഷീകരണം, 2 വിശദീകരണം. ഈ 2 കാര്യത്തെക്കുറിച്ചാണ് പറയുവാനായിട്ട്. കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് ഈ 2 കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഇതാ ഞാൻ വേണം വരുന്നു, അത് കർത്താവിന്റെ ജോലിയാണ്. നമ്മുടെ ജോലിയപ്പ അറിയേണ്ടത്. കർത്താവ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ ബേജാറാവണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് നാം അറിയണം. നാം ചെയ്യേണ്ടത് എന്ത്? നാം ചെയ്യേണ്ടത് ഒന്ന് സുവിശേഷീകരണം. സുവിശേഷീകരണത്തിന് മുൻതൂക്കം കൊടുക്കാതെ ആമേൻ കർത്താവേ വരണേന്ന് എത്ര ഉറക്കെ പറഞ്ഞാലും യേശു തമ്പുരാൻ വരില്ല. എന്തുകൊണ്ട് വരില്ല? ഇപ്പൊ വായിച്ച വാക്യത്തിലുണ്ട്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇച്ഛിക്കുന്നു. ഞാൻ പെരുമ്പാവൂർ ചർച്ചിൽ പാസ്സായിട്ടിരിക്കുമ്പോൾ ആദിവാസികളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ആദിവാസികളുടെ ഇടയിൽ സുവിശേഷം വേല ചെയ്യുന്ന ഡോക്ടർ മുരളീധരനോട് കൂടെ പ്രവർത്തിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് സന്ദർഭവശാൽ ഞങ്ങളുടെ സഭായോഗത്തിൽ നിന്നു. ഞങ്ങളിങ്ങനെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പാട്ടൊക്കെ പാടി ഭയങ്കര ഉണർവിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ സാക്ഷി എഴുതി. പുള്ളി സാധാരണക്കാരനല്ലേ, വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, ആരും എന്നെ വഴക്കൊന്നും പറയരുത്, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും കർത്താവ് പെട്ടെന്ന് വരികയില്ല. സഭയുടെ അന്തരീക്ഷമേ പോയി. പിന്നെ അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല പെട്ടെന്ന്. എന്നാൽ പിന്നെ എനിക്ക് മനസ്സിലായി ആ മനുഷ്യൻ പറഞ്ഞത് ശരി. ആ മനുഷ്യൻ പറഞ്ഞതെന്ന് അറിയാം, ഞങ്ങളുടെ ആദിവാസികളുടെ കുലത്തിൽ നിന്ന് ഞങ്ങൾ 1-2 പേരെ രക്ഷിക്കപ്പെട്ടുള്ളൂ, ഇനി എത്രയോ പേര് രക്ഷിക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് പെട്ടെന്ന് വരണമെന്നൊന്നും പറയരുത്, അവരെ കൂടെ രക്ഷിക്കപ്പെടണം. എനിക്ക് അന്നേരം പുള്ളിയോട് വിഷമം തോന്നിയെങ്കിലും കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഷാർജയിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി ഒരു സംശയം എഴുതിയിട്ടുണ്ട്. അതിപ്പോഴും ഈ ബൈബിളിൽ അതിരിപ്പുണ്ട്. ആ സംശയം ഇതാണ്, ഞാൻ കത്തോലിക്കയിൽ നിന്ന് പുതുതായിട്ട് വന്നൊരു സഹോദരിയാണ്. ഞാൻ ഈ സഭായോഗത്തിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഈ ഗൾഫിൽ വന്നാണ് സ്ഥാനപ്പെട്ടത്. പുള്ളിക്കാരത്തിലെ വാചകം ഞാനീ പറയുന്നത്. അപ്പൊ സഭായോഗം കഴിയുമ്പോൾ ചർച്ചിലെ പാസ്റ്റർ പറയും, ആമേൻ കർത്താവേ. വിശ്വാസികൾ എല്ലാവരും കൂടെ വേഗം പറയുന്നത്. ഞാൻ അവിടെ വന്നുകൊണ്ട് പതുക്കെ പറയും, ഉടനെ വരരുത്. ഞാൻ അങ്ങനെ പറയുന്നത് തെറ്റോ ശരിയാണ്? ഇതാണ് എന്നോടുള്ള ചോദ്യം. ഞാനാകെ വിഷമത്തിലാണ്. ഞാൻ ഉടനെ ആ സഹോദരിയോട് പറഞ്ഞു, എനിക്ക് നേരിട്ടൊന്ന് കാണണം, എന്നിട്ട് മറുപടി പറയുള്ളൂ. അണ്ണെ പുള്ളിക്കാരത്തി പ്രത്യക്ഷപ്പെടും. ഞാൻ ചോദിച്ചു, എന്താ സിസ്റ്റർ അങ്ങനെ പറഞ്ഞു? എൻ്റെ പപ്പ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ മമ്മി രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ ആങ്ങളമാർ രക്ഷിക്കപ്പെട്ടില്ല. ഞങ്ങൾ 9 മക്കളാണ്. നിങ്ങൾക്ക് വേഗം പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, കാരണം നിങ്ങൾ അളിയനും പെങ്ങളും എല്ലാവരും പോകുന്നല്ലോ. അപ്പോഴാണ് ഞാൻ വേദവസത്തിൽ നോക്കിയത്, വേഗം വരണം എന്ന് പറഞ്ഞിട്ടില്ല, വേഗം വരാമെന്ന് കർത്താവ് പറഞ്ഞു. ആ വരണേലെ സഭ പറയുന്നുള്ളൂ. പിന്നെ നമ്മുടെ താല്പര്യം കൊണ്ട് നമ്മൾ വേഗം ഒന്നാക്കിയ സ്വതം. ആമേൻ കർത്താവേ വേഗം വരണേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാന്നായി പറയുന്നത്. ഒന്നും ചിന്തിക്കാതെ പറയുന്നതുകൊണ്ടായി പറയുന്നത്. കാരണം ഈ പറയുന്നയാൾ പോലും റെഡിയല്ല. എന്തുകൊണ്ടാ പറയുന്നറിയോ? വരികയിൽ നല്ല ഉറപ്പുള്ളതുകൊണ്ട്. ആനെ തടിപിടിപ്പിക്കാൻ കൊണ്ടുവന്ന ആനയെ അവിടെ കെട്ടിയിട്ടിട്ട് ആന പാപ്പാൻ ചായ കുടിക്കാൻ പോകും. അപ്പൊ പിള്ളേർ, സ്കൂൾ പിള്ളേർ വന്നിട്ട് ഈ ആനപ്പാപ്പാനും ഒക്കെ പറയുന്ന സംഗതി ആനയോട് പറഞ്ഞു നോക്കി. റൈറ്റ് ആനി, ലെഫ്റ്റ് ആനി, സിറ്റ് ആനി, ഇതിന്റെ കെട്ടഴിഞ്ഞു. ഇതിനോട് വരുമെന്ന് പ്രതീക്ഷിച്ചല്ലേ ഇവര് പറയുന്നത്. കെട്ടിയിട്ടിരിക്കുകയാണോ ഉറപ്പിലാണ് കമ്മിയറാനി എന്നൊക്കെ പറഞ്ഞത്. വന്നപ്പോഴല്ലേ നിൽക്കാൻ പറ്റും. കൂടി കർത്താവെ, ഞങ്ങൾ തലമുറയായി ഇത് പറയുന്നെങ്കിലും നീ വരുന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി പറയുന്നു, വേഗം വരുന്നേ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആമേൻ കർത്താവേ വേഗം വരണമേ എന്ന് പറയുവാൻ
നമുക്ക് ഈ കോൺഫറൻസ് കഴിയുമ്പോൾ ഇടയാകട്ടെ. അതിന് 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, കർത്താവെ എന്നെ ഏൽപ്പിച്ചത് ഞാൻ പരമാവധി ചെയ്തു, ദൗത്യം നിർവഹിച്ചു എന്ന ബോധ്യം. 2, കർത്താവ് ആഗ്രഹിച്ച വിശുദ്ധിയെക്കുറിച്ചുള്ള ഏറെക്കുറെ ഒരു തൃപ്തി ജീവിതത്തിൽ ഉണ്ടാകണം. സ്തോത്രം. ആമേൻ. കർത്താവെ വേഗം വരണമേ. ഈ വീടിനോടും ഈ ലോകത്തോടും ഈ ജീവിതത്തോടും ഒരു വെറുപ്പ് തോന്നാത്ത ഒരാൾക്ക് മറ്റൊരു സ്ഥലത്തോട് പോകാൻ അങ്ങനെ താല്പര്യം വരുമോ? സത്യസന്ധമായി ചിന്തിച്ചു. ഈ ജീവിതത്തോടും ഈ ലോകത്തോടും ഒരു വെറുപ്പ്, ഒരു മടുപ്പ് തോന്നാത്ത ഒരാൾക്ക് മറ്റൊരു സ്ഥലത്തോട് പോകാൻ താല്പര്യം വരുമോ? സ്തോത്രം. ആമേൻ. കർത്താവെ വേഗം വരണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ ആള് തീരെ സുഖമില്ല കിടക്കുകയും പോയേ പറ്റൂ എന്ന് പറയണമെങ്കിൽ അത്രമാത്രം വീക്കായ ആളായിരിക്കണം. സത്യസന്ധമായി കർത്താവിന്റെ വരവിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭയമുള്ള ജീവിതം നയിക്കേണ്ടി വരും. ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ പ്രവാസകാലം കഴിക്കേണ്ടി വരും. കണക്ക് കൊടുക്കുവാൻ ഇറങ്ങേണ്ടി വരും. ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഉള്ളിലൊരു ഭയങ്കര വെമ്പലുണ്ടോ? വിശുദ്ധിക്ക് വേണ്ടി ഒരു ഭയങ്കര ആവൽ അകത്തുണ്ടാകും. ദൗത്യത്തിന് വേണ്ടി ഒരു ഭയങ്കര തള്ളലകത്തുണ്ടാകും. നിങ്ങളുടെ സ്വന്തക്കാരോടെല്ലാം നിങ്ങൾ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ ജ്യേഷ്ഠൻ പെട്ടെന്ന് മരിച്ചു പോകുന്നതായിട്ട്. ആ ജ്യേഷ്ഠൻ യഥാർത്ഥത്തിൽ ദൈവകൃപയിൽ അല്ല. ഞാൻ ചോദിച്ചു, കർത്താവേ എന്നെ എന്തിനാ ഇത് കാണിച്ചത്? നിന്നെ എന്തിനാ കാണിച്ചതെന്ന് നീ നിന്നോട് തന്നെ ചോദിക്കുന്നു പറഞ്ഞു കർത്താവ്. ഞാനൊരിക്കൽ ധൃതി പിടിച്ച് വീട്ടിൽ ചെന്ന് എന്റെ ജ്യേഷ്ഠന്മാരുടെ മക്കളെ വിളിച്ചുകൂട്ടി നമുക്ക് ഫാമിലി ആയിട്ടൊന്ന് കൂടണമെന്ന് പറഞ്ഞ് ഒരു പ്രയറൊക്കെ സംഘടിപ്പിച്ചു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അദ്ദേഹം മുന്നോട്ട് വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മിഷണറിയുടെ ബുക്ക് വായിച്ചു. സെയിം ഇതേ അനുഭവം. ആ മിഷണറി മറ്റൊരുമല്ല, റെയ്നഡ് ഡോങ്കയാണ്. അദ്ദേഹം ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ്. ഒരു ചെറുപ്പക്കാരൻ പാറയുടെ ഇടുക്കിൽ കൂടെ കെട്ടിയിരിക്കുന്ന ഒരു കമ്പിയിൽ കൂടെ നടക്കുക. അദ്ദേഹം നടക്കുമ്പോൾ കമ്പി കിടന്ന് ആടുന്നു. ഈ മനുഷ്യൻ താഴെ പോകുമ്പോൾ പെട്ടെന്ന് മൂടൽ മഞ്ഞ് വരുന്നു. ഈ ചെറുപ്പക്കാരൻ വീഴുമെന്ന് ഓർത്തിട്ട് സ്വപ്നത്തിൽ ഈ മനുഷ്യൻ ഉറക്കെ വിളിക്കുകയാണ്, സാർ നിങ്ങൾ അപകടത്തിലാണ് എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാളുടെ സ്വന്തം ജ്യേഷ്ഠനാണ് ആ കമ്പിയെ കൂടെ പോകുന്നത്. സ്വപ്നത്തിൽ വേർത്ത് കുളിച്ച് മനുഷ്യൻ ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്താണ് എന്നെ കാണിച്ചത്? നിന്റെ സഹോദരന്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. അവൻ അപകട മേഖലയിലാണ്. ഇദ്ദേഹം അത് എഴുതിയിരിക്കുകയാണ്. എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയും എന്നെ ഏറ്റവും വെറുക്കുന്നു, കാരണം ഞാൻ സുവിശേഷകനായതുകൊണ്ട്. അവർ ഭയങ്കര അറിവുള്ളവരാണ്, സയന്റിസ്റ്റാണ്, പഠിത്തമുള്ളവരാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. എങ്കിലും കർത്താവേ ഞാൻ ഇനി അവരോട് എന്ത് പറയണം? വളരെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അപ്പോഴേക്കും 2-3 മാസം പോയി. നീ കണ്ട സ്വപ്നം അവന്റെ പേർക്ക് എഴുതി. ആ കത്ത് അവിടെ കിട്ടിക്കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചിങ്ങോട്ട് എഴുതുക, ഞാനൊരു വലിയ ഗർത്തത്തിൽ വീഴുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു. നീ എന്നെ സഹായിക്കുന്നതായി ഞാനത് കണ്ടു. ഞാൻ അവിടെ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് പറഞ്ഞു, ദൈവമേ നീയാണ് എന്നോട് സംസാരിച്ചത്. ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എന്നാൽ നീയാണ് എന്നോട് സംസാരിച്ചതെങ്കിൽ എന്റെ അനുജനുടെ സുവിശേഷകനാണല്ലോ, അവനിലൂടെ എന്നോട് സംസാരിച്ചാൽ എന്നെ വിശ്വസിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഈ കത്ത് വരുന്നത്.
ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് കത്തെഴുതാൻ നിങ്ങൾ തീരുമാനിക്കും? ഇന്ന് എത്ര പേർക്ക് നിങ്ങൾ ഒരു മെയിൽ ചെയ്യാൻ തീരുമാനിക്കും? നിങ്ങളുടെ ആൾക്കാരോടെല്ലാം പറഞ്ഞോ, കർത്താവ് വരും, ഞങ്ങൾ പോകുന്നുള്ള കാര്യം, ഞങ്ങൾ പോകുന്നുള്ള കാര്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സുവിശേഷീകരണത്തിൽ നമുക്ക് നമ്മുടെ പങ്ക് നിർവഹിക്കുവാൻ കുറച്ചുകൂടെ ഉത്സാഹിക്കാം പ്രിയരെ. സുവിശേഷീകരണത്തിൽ നമുക്ക് നമ്മുടെ പങ്ക് നിർവഹിക്കാൻ കുറച്ചുകൂടെ ഉത്സാഹിക്കാം. ഞാൻ ഇതിനു മുമ്പ് വന്ന കോൺഫറൻസിൽ അതായിരുന്നു വിഷയം. നിങ്ങൾ എന്റെ സാക്ഷികൾ. എത്ര പറഞ്ഞാലും അത് തന്നെ പറയാനുള്ളൂ. സുവിശേഷീകരണത്തിൽ നമ്മുടെ പങ്ക് ഇത്രയേ ഉള്ളൂ. വെറും ഒരു സ്റ്റൈല്, വെറും ഒരു ഭംഗി വാക്കൊക്കെ പറഞ്ഞ് സുവിശേഷീകരണത്തിൽ നമ്മുടെ പങ്ക് തീർക്കുകയാണോ? നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ കഴിയുമോ? കുറച്ചുകൂടെ പ്രവർത്തിക്കാൻ കഴിയുമോ? സുവിശേഷീകരണത്തെയും വിശുദ്ധീകരണത്തെയും കൂടെ വെളിപ്പെടുത്തുന്ന ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപമ, അത് വായിച്ച് വിശദീകരിച്ച് ഞാൻ എന്റെ സമയത്ത് നിർത്താം. സുവിശേഷീകരണത്തെയും വിശുദ്ധീകരണത്തെയും ഒരുമിച്ച് പഠിപ്പിക്കുന്ന മനോഹരമായ ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വാക്യങ്ങളിലാണ് ആ ഉപമ കിടക്കുന്നത്. ആരെങ്കിലും ദയവായി ഒന്ന് വായിച്ച് സഹായിക്കാൻ അപേക്ഷിക്കുന്നു. മത്തായി സുവിശേഷം 22-ന്റെ 1 മുതൽ. ഇവിടെ മൈക്കിൽ കൂടെ വായിക്കണം പ്ലീസ്. യേശു പിന്നെ അവരോട് ഉപമായി പ്രസ്താവിച്ചു നിന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സാധിച്ചു. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്ക് വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ച്, എന്റെ മുത്താഴം ഒരുക്കി തീർന്നു, എന്റെ കാറുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവരത് കൂട്ടാക്കാതെ ഒരുത്തും തന്നെ നിലത്തിലേക്കും മറ്റൊരുത്തും തന്നെ വ്യാപാരത്തിന് പൊയ്ക്കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച കൊലപാതകന്മാരെ ഓടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരുടെ, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയിൽ ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിക്കുവിൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പരിപാടികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്തൊരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവേ, അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഈ ഉപമയിൽ നമുക്ക് ലളിതമായിട്ട് ചില സത്യങ്ങൾ പഠിക്കാം. ഇത് ഒരു ഉപമയാണ് എന്നാദ്യമേ മനസ്സിലാക്കണം. എന്തിനു വേണ്ടി എന്തിനെ കുറിച്ച് പറഞ്ഞു എന്ന് ആരംഭത്തിൽ തന്നെ കാണാം. സ്വർഗരാജ്യം എന്ന ആ വലിയ വിഷയം വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ കല്യാണ സദ്യ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണം ഒരു മോശം കാര്യമല്ല എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു മോശം കാര്യത്തെ നല്ല കാര്യത്തിന് ഉപമയായിട്ട് പറയത്തില്ലല്ലോ. ദൈവരാജ്യത്തിന്റെ സത്യങ്ങളെ വിശദീകരിക്കാൻ കല്യാണം എന്ന ഉപമ കർത്താവ് തിരഞ്ഞെടുത്തതിനാലും കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം കല്യാണ വീട്ടിൽ വെച്ച് ചെയ്തതിനാലും കർത്താവിന്റെ മടങ്ങിവരവിനെ കല്യാണത്തോട് ഉപമിച്ച് പറഞ്ഞിട്ടുള്ളതിനാലും കല്യാണം ഒരു മോശം കാര്യമല്ല എന്ന സത്യവും കൂടെ ഇക്കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ആകയാൽ വിവാഹവും കുടുംബജീവിതവും ദൈവത്തിന്റെ പരിപാവനമായ
പദ്ധതിയുടെ ഭാഗമാണ്. സ്വർഗരാജ്യം കല്യാണത്തിന് ക്ഷണിച്ച രാജാവിനോട് സദൃശ്യം. എന്താണ് ഉപമ പറയാൻ കാര്യം? അവൻ ഉപമകളിലൂടെ അല്ലാതെ സംസാരിച്ചതുമില്ലെന്ന് മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു. എന്തിനാ ഉപമ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കർത്താവിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന പോലെ പറയുക എന്നുള്ളത്. പറയുന്നത് ആർക്കും മനസ്സിലാകരുത് എന്നല്ല കർത്താവിന്റെ ആഗ്രഹം, മനസ്സിലാകണം എന്ന കർത്താവ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവ് എന്ത് പറഞ്ഞാലും ആര് കേൾക്കുന്നോ അവരെ ഉദ്ദേശിച്ചാണ്. അവരുടെ ഭാഷയിലാണ് പറയുന്നത്, കർത്താവിന്റെ ഭാഷയിലല്ല പറയുന്നത്. കർത്താവിന് എന്തെല്ലാം ഭാഷ അറിയാം, പക്ഷെ അതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. കേൾവിക്കാരുടെ ഭാഷയിൽ സംസാരിച്ചവനാണ് യേശു. ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് പറയാൻ കാരണം അവർക്കെല്ലാം ആടുള്ളതുകൊണ്ട്. അതേ ഉപമ യേശു റാന്നില പറയുന്നെങ്കിൽ റബ്ബറെന്നാണ്. ഒരു മനുഷ്യന് 100 റബ്ബർ ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊരെണ്ണം ഒടിഞ്ഞു പോയാൽ അതാണ് എനിക്ക് കർത്താവിന്റെ ഉപമകൾ പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കേൾവിക്കാരന് പെട്ടെന്ന് തലയാട്ടോ, ശരി ആടുണ്ട്, കാണാതെ പോവുകയും ചെയ്തു. അന്ന് പോയിട്ടുണ്ട് അവിടെ, കാരണം ഇത് സ്ഥിരം പോണം. ഇതുപോലെ ഈ ഉപമയ്ക്കകത്ത് നമുക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടത് ദാസന്മാരെ പറഞ്ഞു വെച്ചു. നമുക്ക് അങ്ങനെ പരിപാടിയില്ല. ക്ഷണിക്കുന്നത് തന്നെ വളരെ ടൈറ്റായിട്ട്, പിന്നെ ക്ഷണിച്ചവരെ പിന്നെ വിളിക്കണം ഇല്ല. ക്ഷണിക്കുക എന്ന് പറയുന്നത് ഫോണിൽ കൂടി ഒന്ന് വിളിക്കാനേ പറ്റത്തുള്ളൂ. അതിന് പോലും സമയമില്ല. ഇപ്പം ഇവിടെ ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞു വെച്ചു. അങ്ങനെയാണ് ക്ഷണിച്ചത്. ആരാ ക്ഷണിച്ചത്? രാജാവ് നേരിട്ട്. എത്ര നാൾ മുമ്പ്? വളരെ നാളുകൾക്ക് മുമ്പ്. 5 ദിവസത്തെ അവധി പറഞ്ഞുകൊണ്ടുള്ള കല്യാണമല്ല, ഇതൊക്കെ വളരെ നേരത്തെ പ്ലാൻ ചെയ്തത്. അപ്പൊ രാജാവ് നേരത്തെ ക്ഷണിച്ചു. വിളിക്കാൻ വേണ്ടി ദാസന്മാരെ പറഞ്ഞയച്ചു, വീട്ടിൽ പോയി വിളിക്കുക. അപ്പോൾ ഈ വിളി സ്വീകരിച്ചവർക്ക് മനസ്സില്ല വരാൻ. പിന്നെ മറ്റു ദാസന്മാരെ അയച്ചു. അപ്പൊ 3ാമത്തെ പ്രാവശ്യം ഒന്ന് ക്ഷണിച്ചു, 2ാമതൊരാൾ പറഞ്ഞയച്ചു, പിന്നെ വേറൊരാൾ പറഞ്ഞയച്ചു. അവർക്ക് വരാൻ മനസ്സായില്ല. ഇത് രാജാവ് ചെയ്ത കാര്യമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം സുവിശേഷം മാനവ കുടുംബത്തിന് വേണ്ടിയുള്ള ദൈവിക വിരുന്നാണ്. ഇതിന് രാജാവ് നേരിട്ട് ക്ഷണിച്ചു. 33:15 തൊട്ട് രാജാവ് നേരിട്ട് ക്ഷണിക്കുക. അത് കഴിഞ്ഞ് യേശു ഭൂമിയിലോട്ട് പിറന്നപ്പോൾ രാജാവ് നേരിട്ട് ക്ഷണിച്ചു. ദൂതന്മാരെ പറഞ്ഞ് ആട്ടിടയന്മാരുടെ വീട്ടിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ആട്ടിടയന്മാരെ കേൾപ്പിച്ചൊരു പാട്ടൊക്കെ പാടി. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ള മനോഹരമായ ഖയർ അവർക്ക് വേണ്ടി ആരംഭിച്ചു. അപ്പോൾ അവർ കണ്ണു തുറന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷകൻ ജനിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അടുത്ത് ചെന്നാൽ അവരെ കാണാം. ആട്ടിടയന്മാരെ ദൂതനെ വിട്ടറിയിച്ചു. എന്നാൽ മത്തായി 2:1 വിദ്വാൻമാരെ നക്ഷത്രം കൊണ്ടറിയിച്ചു. രാജാവ് നേരിട്ട് വിളിച്ചു. എന്നാൽ അതിനകത്തൊരു വ്യത്യാസമുണ്ട്. വിഷമൊന്നും തോന്നരുത്, സത്യം എപ്പോഴും സത്യമാണ്. സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും പിന്നോക്കമുള്ള ആളുകളെ വീട്ടിൽ പോയി വിളിച്ചു. വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഉയർന്ന ആളുകളെ ഒരു നക്ഷത്രം കാണിച്ചു വിളിച്ചു. വേണേ വന്നാൽ മതി. മനസ്സിലായോ? നക്ഷത്രം കണ്ടതാരാ? വിദ്വാന്മാര്. ഇന്ന് രാത്രി ഒരു പുതിയ നക്ഷത്രം ഉണ്ടായാൽ നമ്മൾ കാണുമോ? കാണുകയില്ല. കാരണം നമ്മൾ അങ്ങോട്ടല്ലല്ലോ നോക്കുന്നത്. അവരെ അങ്ങനെ കണ്ടു. അവരാ ഡിപ്പാർട്ട്മെന്റിൽ പഠനം നടത്തുന്നവരാ. എന്നാൽ ആട്ടിടയന്മാർ ഒരു നക്ഷത്രമല്ല 10 നക്ഷത്രം ഉണ്ടായാലും കാണുക. അല്ല പിന്നെ അവരുടെ തലേ നക്ഷത്രം വീഴെടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ നക്ഷത്രമല്ല കാണിച്ചത്, അവരുടെ വീട്ടിൽ മാറാഹ ചെയ്തു. ദൈവത്തിന് തന്റെ പുത്രനിൽ കൂടിയുള്ള സുവിശേഷം സമ്പന്നന്മാരെയും അറിയിക്കണം, പാവപ്പെട്ടവരെ അറിയിക്കണം, വിദ്യാഭ്യാസമുള്ളവരെ അറിയിക്കണം,
സത്യത്തിലേക്ക് വന്നത്? ദൈവത്തിന് കരുണ എത്ര വലുതാ, ദൈവത്തിന് കരുണ എത്ര വലുതാ. എന്നാൽ വിദ്വാൻമാർക്ക് അത്രയൊന്നും സൗകര്യം ചെയ്തു കൊടുത്തില്ല. ഒരു സ്റ്റാർ കാണിക്കും, അവർക്കത് മതി. അവരത് വെച്ച് യാത്ര ചെയ്തു. അവർ കഷ്ടപ്പെട്ട് ഈ നക്ഷത്രം നോക്കി യേശുവിനെ വന്ന് കണ്ടു. ആട്ടിടയന്മാരെ വീട്ടിൽ ചെന്ന് അറിയിച്ചു, വിദ്വാൻമാരെ നക്ഷത്രത്തിലൂടെ അറിയിച്ചു. അറിയിച്ചില്ല എന്നാരും പറയുന്നത് രാജാവ് അറിയിച്ചു. അത് കഴിഞ്ഞിട്ടോ മശിഹ സ്നാനമേറ്റു പൊങ്ങിയപ്പോൾ രാജാവ് വീണ്ടും അനൗൺസ് ചെയ്തു, ഇവൻ എന്റെ പ്രിയപുത്രൻ. വീണ്ടും അനൗൺസ് ചെയ്തു. യേശു കുരിശിൽ മരിച്ചപ്പോൾ വീണ്ടും അനൗൺസ് ചെയ്തു. ഭൂലോകത്തിന്റെ മെയിൻ സ്വിച്ച് ദൈവം ഓഫ് ചെയ്തു. സൂര്യൻ ഇരുണ്ടുമായി പെട്ടാപ്പാൻ അറിയിച്ച ദൈവപുത്രൻ മരിച്ചു എന്ന വിവരം. അങ്ങനെ പാറകൾ പിളർന്നതും തിരശ്ശീല കീറിയതും എല്ലാം രാജാവ് നേരിട്ട് അറിയിക്കുകയായി. എന്നിട്ടും അറിയാത്തവരെ വീണ്ടും അറിയിക്കുന്നതാണ് ഉപമയിലെ അടുത്ത ഭാഗം. ഉപമയിലെ അടുത്ത ഭാഗം ഓരോരുത്തരും വഴി കഴിവ് പറഞ്ഞു. ഒരുത്തൻ തന്റെ നിലത്തിലേക്ക്, മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിലേക്ക് പോയി കളഞ്ഞു. ശേഷമുള്ളവർ തന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊണ്ടുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച കുലമകന്മാരെ മുടിച്ചുള്ള പട്ടണം ചുട്ടുകളഞ്ഞു. ദയവായി 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ, ഞാൻ വായിക്കാം. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തിരിച്ചു ചിന്തിച്ചിട്ടുണ്ടോ? കല്യാണം വിളിക്കാൻ പോയവരെ കൊന്ന ചരിത്രം ഭൂമിയിലൂടെയുള്ളൂ. കല്യാണം വിളിക്കാൻ വീട്ടിൽ വന്ന ആളെ കൊല്ലുക, ഇതെന്തൊരു മര്യാദയാണ്? സുവിശേഷകനെ കൊല്ലുക എന്ന് പറയുന്നത് ഇതുപോലെയാണ് കർത്താവ് പറഞ്ഞത്. ഇതുപോലെ തീവ്രവാദികളെ കൊല്ലുന്നതിന് കുഴപ്പമില്ല, പക്ഷെ സുവിശേഷകനെ എന്തിനാ കൊല്ലുന്നേ? സുവിശേഷകൻ ഒരു ഗുഡ് ന്യൂസ് പറയാനല്ലേ വന്നേ? സ്നേഹത്തിന്റെ സന്ദേശം പറയാനല്ലേ വന്നേ? കല്യാണത്തിന് വിളിക്കാൻ വന്നവരെ കൊല്ലുന്നു. മത്തായി 22:6. കല്യാണത്തിന് വിളിക്കാൻ പോയവരെ കൊന്നുകളു. നോക്കൂ, വാക്യം 7. രാജാവ് കോപിച്ചു. ക്ഷണം നിരസിച്ച കോപിക്കത്തില്ല. ക്ഷണിക്കാൻ വന്നവരുടെ കൈവച്ചാൽ രാജാവ് ഇടപെടും. ചരിത്രത്തിൽ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്, ഇന്നും അങ്ങനെ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ക്ഷണിക്കാൻ പോകുന്നവർ പേടിക്കണ്ട. ക്ഷണം നിരസിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും ക്ഷണിക്കാൻ വേണ്ടി പോയ നിന്റെ മേൽ കൈവച്ചാൽ നിന്നെ അയച്ചവൻ അടങ്ങിയിരിക്കില്ല, അവനതിൽ ഇടപെടും നിശ്ചയം. അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പോകണം, പോയാൽ ആ അനുഭവം നമുക്കറിയാം. ക്ഷണിക്കാൻ പോകണം. അടുത്തത്, അതുകൊണ്ടൊന്നും രാജാവ് നിർത്തിയില്ല. പിന്നെ ദാസന്മാരോട് വാക്യം 8, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. 8-ാം വാക്യം ഭയങ്കര ഇഷ്ടം. അയ്യോ, അവരാരും വന്നില്ലല്ലോ എന്നല്ല രാജാവ് പറയുന്നത്. അവര് യോഗ്യരായി എന്ന് പറഞ്ഞാൽ അവന് യോഗയില്ല. ഈ ക്ഷണം നിരസിച്ചവന് ഇത് കഴിക്കാൻ യോഗയില്ല. നല്ല യോഗം നടക്കുമ്പോൾ അതിനകത്ത് വരാൻ യോഗയില്ലാത്തവരുണ്ട്. യോഗമുള്ളവരൊക്കെ വരും. അത് കല്യാണത്തിന് ക്ഷണിച്ചപ്പോ എനിക്ക് നേരെയില്ല, എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞവരെ കുറിച്ച് രാജാവിന്റെ കമന്റ് കേട്ടോ. അവർ യോഗ്യരായില്ല എന്ന് പറഞ്ഞാൽ അവൻ യോഗ്യനായിരുന്നെങ്കിൽ അവൻ ആ ക്ഷണം സ്വീകരിച്ചേക്കും. അവൻ ആ ക്ഷണം നിരസിച്ചത് അവന്റെ അയോഗ്യത കൊണ്ടാണ്. അവന് യോഗയില്ല എന്നാ ദൈവം പറഞ്ഞത്. സുവിശേഷത്തെ തള്ളിക്കളഞ്ഞവനെ നോക്കിയിട്ട് ദൈവം പറയുക, അവൻ ഇതിന് യോഗയില്ലാതെ പോയല്ലോ. സുവിശേഷത്തെ തള്ളിക്കളയുന്നവൻ വലിയ ഗമേല തള്ളിക്കളയുന്നെങ്കിലും കർത്താവ് പറയുന്നു അവൻ യോഗ്യരായില്ല. തീർന്നില്ല. വാക്യം 9. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെ കല്യാണത്തിന് വിളിക്കുന്നു. കാണുന്നവരെയൊക്കെ ഇതേ കാര്യം ലൂക്കോസ് 14 കിടപ്പുണ്ട്. നീ ഹൈവേയിലും ബൈവേയിലും പോകാനാ പറഞ്ഞത്. കാണുന്നവരെയൊക്കെയും അകത്തു വരുവാൻ നിർബന്ധിക്കുമെന്നാ പറഞ്ഞത്. ആ ദാസന്മാർ തിരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെ എല്ലാം കൂട്ടിക്കൊണ്ടുപോയി.
കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. സ്തോത്രം. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ഈ ഒടുവിലത്തെ വിളി ഒരുപക്ഷെ അതായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാടടച്ചുള്ള വിളി. കണ്ട നല്ലവരെയും ദുഷ്ടന്മാരെയും വിളിക്കുക, കാണുന്നവരെ ഒക്കെ വിളിക്കുക. വീട് നോക്കണ്ട, വീട്ടുപേര് നോക്കണ്ട, നിറം നോക്കണ്ട, കുലം നോക്കണ്ട, യോഗ്യത നോക്കണ്ട, സമ്പത്ത് നോക്കണ്ട, സൗകര്യം നോക്കണ്ട, മുൻകാല ചരിത്രം നോക്കണ്ട, പാരമ്പര്യം നോക്കണ്ട, ജാതി നോക്കണ്ട, മതം നോക്കണ്ട, നിറം നോക്കണ്ട, ഒന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട, വിളിച്ചോ. രാജാവ് പറയും വിളിച്ചു. അല്ല, ഈ തീരെ പാവപ്പെട്ടവരോ നോക്കണ്ട, വിളിച്ചു. കയ്യും കാലും ഒക്കെ ഇല്ലാത്തവർ അവരെ വണ്ടി വിടാം, അവരെ കൊണ്ടുവരും. കണ്ണു കാണാത്തവർ അവരെ കൊണ്ടുവരും. കുഷ്ഠരോഗികൾ അവരെ കൊണ്ടുവരും. ചെവി കേൾക്കാത്തവർ അവരെ കൊണ്ടുവരും. ഒരു മനുഷ്യനെ ഒഴിവാക്കണ്ട. ഇതെന്തൊരു കല്യാണമായി! ഈ കല്യാണത്തിന് ക്ഷണിക്കുവാനാണ് എന്നെയും നിങ്ങളെയും സ്വർഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. രാജാവ് വരണമെങ്കിൽ, നമ്മുടെ വിഷയം രാജാവ് വരണമെങ്കിൽ വാക്യം 10 നിറവേറണം. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ലൂക്കോസ് 14 വായിക്കുമ്പോൾ ഇനിയും സ്ഥലമുണ്ട് എന്ന് അനൗൺസ് ചെയ്യുന്ന കേൾക്കാം. അതെ, ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഇനിയും സ്ഥലമുണ്ട്. നമുക്ക് ഒരുപാട് ആളുണ്ട് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഹോള് ചെറുതായതുകൊണ്ട്. 40-20 നമ്മുടെ സ്റ്റാൻഡേർഡ്. 40-20 ഹോള് പണിയാൻ നമുക്ക് നിവൃത്തിയുള്ള ആരുടെ കുറ്റമല്ല. ഞാനിപ്പോ ഒരു ഹോള് പണിയിൽ ഏർപ്പെട്ടിരിക്കുക. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അതിലോട്ട് ഇറങ്ങിയിട്ടുള്ളവർക്കല്ലേ അറിയത്തുള്ളൂ. ഇതൊന്നും ഒരു ഈസിയായ കാര്യമല്ല. കാരണം ആരംഭ സമയത്ത് 10 രൂപ മുടക്കാൻ കഴിവുള്ളവരാരും സഭയിലില്ല. അതുകൊണ്ട് എങ്ങനെയാലും ഒരു ഷെഡ് ഉണ്ടാക്കും. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് നിറയുമ്പോൾ പറയുന്നത് എന്ത് വലിയ വിശ്വസ്തനോടോ നിങ്ങളുടെ ഹോള് നിറഞ്ഞെന്നാ പറയുന്നത്. ഹോള് പെട്ടെന്ന് നിറഞ്ഞത് ഹോള് ചെറുതായതുകൊണ്ട്. നമ്മൾ ജനത്തെ കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നോക്കണം. നമ്മൾ ജനത്തെ കാണണമെങ്കിൽ എയർപോർട്ടിൽ നോക്കണം. നമ്മൾ ജനത്തെ കാണണമെങ്കിൽ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി നടക്കുന്ന ഗ്രൗണ്ടിലോട്ട് നോക്കണം. ജനം മുഴുവൻ പുറത്താ. ആരും അകത്ത് വന്നിട്ടില്ല. ഇന്ത്യയോടുള്ള ബന്ധത്തിൽ എന്ത് നടന്നു? എവിടെയെത്തി സുവിശേഷീകരണം? ഇന്ത്യയിൽ ദൈവത്താൽ മാനിക്കപ്പെട്ടവരെല്ലാം ഇഞ്ഞു പോകും. ദൈവം ഞങ്ങളെ മാനിച്ചു. അതെ, ദൈവം നിങ്ങളെ മാനിച്ചെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ എന്തെങ്കിലും കുറെ കൂടെ ചെയ്യണം. അല്ല, ഞങ്ങൾ ഇടയ്ക്ക് ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് സാറേ. അല്ല, അതുകൊണ്ടാണല്ലോ ഈ യോഗം വെച്ചത്. ക്ഷമിക്കണം. ഞാൻ എല്ലായിടത്തും പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം കേട്ടോ. പുറകില് ഷാർജയിലൊരു അച്ചാരി ഇന്ന് വഴി വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, അച്ചാരിയുടെ ബീഹാറിൽ പോയിരുന്നു? ഞാൻ പോയായിരുന്നു. അച്ചാന് 1-2 ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാണ്. ഞാൻ ബീഹാറിൽ നിന്ന് വരുന്നൊരു പത്രത്തിലാണ് അച്ചാന്റെ പടം കണ്ടത്. ഈ മനുഷ്യനും അവിടെ പോയോ? എനിക്കൊരു സമാധാനം തോന്നി. ഞാൻ ചോദിച്ചത് ഇങ്ങനെയുണ്ട് അച്ഛാ. അച്ഛാ പറഞ്ഞത് എല്ലാവരും ഒന്ന് പോകണം, ഒരു പ്രാവശ്യം ഒന്ന് പോയാൽ സംഗതി ശരിയായി തോന്നുന്നു. എന്നെ പോയ ഉടനെ ശരിയാകുന്നില്ല. ശരിയാകുന്ന കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒരു സാധനം താഴും. സ്തോത്രം. ഇന്ത്യയുടെ വയലുകളെ നാം കാണണം. നിങ്ങൾ ഇന്ന് തന്നെ ഒരു 10 മിഷണറിമാരുടെ നമ്പർ എടുക്കണം, ഫോൺ ചെയ്യണം. വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയുള്ള മാസം ഏതാന്ന് പറയണം. ഞങ്ങളൊന്ന് വരുന്നു എന്ന് പറയണം. അല്ലാതെ പൈസ ഒന്നും കൊടുത്തോണ്ട് കാര്യം തീരുകയില്ല. നോ, വല്ലപ്പോഴും ഒരിക്കൽ 100 രൂപ കൊടുത്താൽ കാര്യം തീരുകയില്ല. പോണം. മിഷൻ ഫീൽഡുകൾ കാണണം. അവിടുത്തെ ആവശ്യങ്ങൾ അറിയണം. 10 മിഷണറിമാരുടെ കയ്യെ പിടിച്ചിട്ട് നിങ്ങൾ ചെയ്ത വലിയ കാര്യമാണെന്ന് പറയണം. നിങ്ങൾ അവിടെ പുറത്തു തട്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയണം. ഈ സെമിനാറും സുവിശേഷീകരണത്തിലേക്ക് നീങ്ങുക. കർത്താവിന്റെ വരവെന്ന വിഷയം. സുവിശേഷീകരണമില്ലാതെ എന്ത് കർത്താവിന്റെ വരവാ? പ്രൈസ് ദി ലോർഡ്. ആരും നശിച്ചു പോകരുത് എന്നവർ ആഗ്രഹിക്കുന്നു. കണ്ട വഴി തലയ്ക്കൽ ചെല്ലുക. സ്വതന്ത്രം. ഈ സ്വർഗരാജ്യത്തിന്റെ വാതിൽ ചെറുതാണ്, പക്ഷെ സ്വർഗം ചെറുതല്ല.
ഇങ്ങനെ ഒരു കുഴപ്പം ഇപ്പൊ പറ്റി കിടപ്പുണ്ട്. വാതിൽ ചെറുതായ കാരണം സ്വർഗം ചെറുതാണ് നമ്മുടെ ആൾക്കാരല്ല. എന്നോട് പിണങ്ങുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലകളിൽ മാത്രം പോകാനുള്ളതാണെന്നൊരു ധാരണയുണ്ട്. സ്വന്തം അല്ലെങ്കിൽ കോട്ടയം ജില്ല, അല്ലെങ്കിൽ പോട്ടെ എറണാകുളം ജില്ല. ഞാൻ എറണാകുളം, അവിടെ ഇപ്പൊ ഒരുപാട് വിശ്വാസികളെ അവിടെയുള്ളവർ മാത്രം. നോ, സ്വർഗത്തിന്റെ വാതിൽ ചെറുതാണ്, സ്വർഗം ചെറുതല്ല. ആരും നശിച്ചു പോകാതെ, ആരും നശിച്ചു പോകാതെ, ആരും നശിച്ചു പോകാതെ, ആരും നശിച്ചു പോകാതെ, ആരും 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 സഭകൾക്ക് എന്തുപറ്റി? സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നതിന്റെ കണക്ക് നാം പറയേണ്ടി വരും. നിങ്ങൾക്കറിയാം, ഞാൻ കേരളത്തിൽ പ്രസംഗിക്കാത്ത ഒരു ടൗൺ കാണത്തില്ല. പക്ഷെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി, ഒരൊറ്റ യോഗത്തിലും വെളിയിൽ ആരും വരുന്നില്ല. എന്നിട്ട് യോഗത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിരവധി ഭാവികൾ രക്ഷിക്കപ്പെടണം. ഞാൻ കണ്ണടയ്ക്കുന്നില്ലല്ലോ. ഞാൻ അടുത്തിരുന്ന ആളോട് ചോദിച്ചിട്ട് ഭാവികൾ വന്നിട്ടുണ്ടോ? ഒറ്റയാണ് വന്നിട്ടില്ല. പിന്നെ ഇതിലേക്ക് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നില്ലായിരിക്കും, ഞാൻ കേട്ട കാര്യം പറയുന്നത്. കൺവെൻഷൻ ഫണ്ടില് അടിപൊളി സംഗീതം, എന്താ ബാൾപോസ്റ്റ, അയ്യോ കിട്ടില്ല സാധനമാ പോച്ച കെട്ടിയിരിക്കുന്നു. വന്നിട്ടില്ല. ആമേൻ കർത്താവേ വേഗം വരണം. വിശ്വാസികൾ വന്നിരിക്കുക. സുവിശേഷ മഹായോഗം സ്വാത്സവം പ്രസംഗിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ആളൊണ്ടല്ലോ സ്ഥിരം. ആലുവായിലെ വിജയദാസൻ വന്ന് പ്രാർത്ഥിക്കുക. എന്നെ പ്രാർത്ഥിക്കുന്നത് നിരാദ്രി ഭാഗം രക്ഷിക്കപ്പെടുന്നു. ചായ പാൽവെളിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഒറ്റയിടോ. ഇത് ഒരിടത്തെ കാര്യമല്ല. സന്ധ്യായോഷമായി 3-ാം ദിവസം ഒറ്റ ഭാവി വന്നിട്ടില്ല, വരികയുമില്ല. കാരണം അങ്ങനെ ആയി കാര്യങ്ങൾ. ആ സത്യം പറയാൻ നോക്കത്തില്ല, ഒറ്റയാണ് വരുന്നില്ല. 2% എന്ന് പറയാൻ അതുമില്ല. എന്റെ തെളിവല്ല. എന്നോട് ചെവി വേറൊരു വലിയ സ്റ്റേജിൽ 2000 പേരേക്ക് യോഗത്തിൽ ചെവി പറയുക, വിശ്വാസികൾക്കുള്ള പറയണേ. ഞാനൊന്ന് നോക്കി. 365 ദിവസം നിങ്ങൾ വിശ്വാസികളോട് തോന്നു പറഞ്ഞില്ലേ? ഈ 5 ദിവസം പബ്ലിക് വെച്ചത് വിശ്വാസികൾ കൊടുക്കാനാണോ? ഞാൻ പറഞ്ഞു, പബ്ലിക് വേദിയിൽ ഞാൻ വിശ്വാസികൾക്കുള്ള തോന്നു പറയില്ല. ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ ഒന്നും അറിയാത്തവരായി നിങ്ങളുടെ നിൽക്കും. പക്ഷെ ആരും വന്നിട്ടില്ല. ഒറ്റ ഭാവി വന്നിട്ട് ഉള്ള ഭാവിയോട് രക്ഷിക്കപ്പെടുത്തു. കാരണം അതിൽ എത്ര കേട്ടത് സ്വന്തം കണ്ട നല്ലവരെ ദുഷ്ടന്മാരെയെല്ലാം വിളിച്ചു കൊടുക്കുക. വളരെ പഴക്കമുള്ള ഒരു സഭ ചാർജ് എടുത്തു. ഒറ്റയാൾ കരുതില്ല. വഴിയെ ഒരാളെ ചെന്ന് ഇങ്ങനെ സ്നേഹത്തോടെ വിളിച്ചു കൊണ്ടുവന്നപ്പോ ഒരു മൂപ്പൻ വന്ന് എന്നോട് പറയാം, ആ പള്ളിയുടെ കുടുംബത്തെ അറിയാവോ? ഞാൻ പറഞ്ഞറിയാമേ. അത് നമുക്ക് പറ്റിയതല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവിടെ എന്റെ ശുശ്രൂഷ ഇവിടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. കുടുംബേരത്തിൽ നോക്കിയിട്ട് ഇവരൊക്കെ കേട്ടുള്ളൂ. അവിടെ എത്തിയ കാര്യങ്ങളൊക്കെ ഈ പറയുന്നവളുടെ കുടുംബേരത്തിൽ നമുക്കറിയാം. ദൈവത്തിന്റെ കരുണ കൊണ്ടല്ലേ നീ ഇതിനകത്ത് വന്നത്? ദൈവം നിന്റെ അന്തസ് ഉയർത്തിയത് കൊണ്ടല്ലേ നീ വലിയ കോളറൊക്കെ ഇപ്പൊ ഉയർത്തി പിടിക്കുന്നത്? ദൈവം നിന്റെ തലമുറയോട് കരുണ കാണിച്ചത് കൊണ്ടല്ലേ നീ കാരണയിലൂടെ നടക്കുന്നത്? രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കണ്ട നല്ലവരെയും ദുഷ്ടന്മാരെയുമല്ല അകത്ത് വരാൻ നിർബന്ധിക്കുന്ന എന്ന് പറഞ്ഞാൽ വണ്ടിക്കുലി കൊടുത്ത് കൊണ്ടുവരണമെന്ന്, ചുമന്ന് കൊണ്ടുവരണമെന്ന്. എന്റെ വിരുന്നുശാല നിറയട്ടെ എന്നിട്ട് വേണം രാജാവെ വരാൻ പറയാൻ. സ്വത്രം സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള ഫണ്ട് സമ്മേളനങ്ങൾക്കായി മാത്രം തീർക്കുന്നു. സമ്മേളനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അപ്പൊ സമ്മേളനം വേണ്ടേ? പക്ഷെ സമ്മേളനം ഇല്ലെങ്കിൽ ഇതൊന്നും പറയുന്നത് എവിടെയാണ്? എനിക്കിത് പറയാനൊക്കെ ഈ സമ്മേളനം ഉള്ളതുകൊണ്ട് അപ്പൊ സമ്മേളനം വേണം. പക്ഷെ സുവിശേഷീകരണത്തിനുള്ള ഫണ്ട് മാറ്റണം. അത് ചുമ്മാതെ ഒരു പരിപാടിയൊന്നുമല്ല, ഇതൊരു വലിയ കാര്യമാണ്. സ്വന്തം ഞാന് ഒരുപാട് വിശ്വാസികളുള്ള ഒരു ഭാഗമല്ല ഈ പിറവം എന്ന് പറയുന്നൊരു ഭാഗമാണ്.
ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ഏറ്റവും കൂടുതൽ പിറവക്കാരുള്ളത് കാനഡയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കുറച്ച് പേരെ കണ്ടിട്ട് സ്വന്തം. അപ്പൊ അവിടെ അവർക്കറിയാം എന്റെ കഥയൊക്കെ. ഈ ഈശോമിശിഹ ജനിച്ചപ്പോ കാണാൻ പോയത് പിറവക്കാരാണ്. പിറവി കാണാൻ പോയവരുടെ നാടാ പിറവ്. ഇത്രയും വലിയ അന്ധവിശ്വാസമുള്ള ആ നാട്ടിൽ സുശേഷത ചെയ്യാന്ന് പറയുന്നൊരു ഭാഗ്യമല്ലേ സ്വന്തം. അവിടെ കുറച്ച് പേരുള്ള സമയം. പക്ഷെ അവര് തന്നെ ആ കൊച്ചു സഭ ഈ കൊല്ലം 5 കൺവെൻഷൻ ബീഹാറിൽ നടത്തിയത്. ബീഹാറിൽ നടത്തി 10 കൺവെൻഷന്റെ ഫണ്ട് ഇപ്പൊ റെഡിയായി. പോകുന്നത് അടുത്ത ദിവസം. ഞാൻ പോണില്ല. ഓരോ സഭ കുടുംബത്തെ ഓരോ കൺവെൻഷൻ വിടുന്നത്. സ്വന്തം വെറുതെ പൊങ്ങച്ചം പറഞ്ഞ കാര്യം നടക്കുകയില്ല. വെറുതെ ജാട കാണിച്ച കാര്യം നടക്കുകയില്ല. കർത്താവ് മടങ്ങി വരും നിശ്ചയം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി ദൈവം മറ്റൊരാളെ ഉപയോഗിക്കും. നിന്റെ താഴ്വര നഷ്ടപ്പെടും. എഴുതിയിട്ടോ എഴുതിയിട്ടോ സ്വന്തം. ഞാന് ഈ സഹോദരന്മാരെ ഈ ബീഹാറിനോട് പറഞ്ഞിരുന്നത് എന്തിനാണെന്നറിയോ? ബീഹാർ നന്നാകാൻ മാത്രമല്ല, ഇവര് നന്നാകാൻ കൂടിയല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പിന്നെ കമ്മിറ്റിയേ ഇല്ല. നോ പ്രോബ്ലം, നോ ടെൻഷൻ. പ്രബോധിപ്പിക്കാനും സമയം വേണ്ട. കാരണം അവിടെ പ്രബോധിപ്പിക്കാറുണ്ട്. ഇത് സഭയിൽ സമയം കിട്ടുന്നില്ല. സഭയിൽ ആർക്ക് വേണം നിന്റെ പ്രസംഗം? എല്ലാവരുടെയും കയ്യിൽ സാധനം ഉണ്ടെന്ന്. എല്ലാവരും സംഗതി ഒരു വെടിക്കുള്ള മരുന്നായിട്ട് വന്നിരിക്കുന്നു. കേൾക്കാൻ മാത്രം ആളില്ല. ഇത് വേറൊരു സമയം ചാർജ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ പ്രബോധനത്തിന് 4-5 പേർക്ക് സമയം കൊടുക്കാറുണ്ട് മുമ്പിലത്തെ പാർശ്വങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാൻ 5 പേർക്കല്ല 10 പേർക്ക് കൊടുക്കും. പക്ഷെ പരസ്യത്തിലാന്നു പരസ്യം തുടങ്ങി. പരസ്യം തുടങ്ങി കഴിഞ്ഞപ്പോൾ സകല സഭയുടെ അന്തരീക്ഷം മാറി. സ്വന്തം സഭയിലെ പ്രധാന പ്രബോധനം പറയുന്നത് അച്ചായന്റെ നാട്ടിൽ തന്നെ ഒരു പരസ്യം പറ്റും. അച്ചായൻ അന്നേരം എന്നോട് പറഞ്ഞു, ഇവിടെ എനിക്ക് സമയം തരരുത്. കാര്യം പിടിയിട്ടില്ല. കാരണം അവിടെ അത്ര നല്ല സാക്ഷ്യമുണ്ട്. ഈ രീതി മാറിയേ പറ്റും. സുവിശേഷീകരണത്തിന് സഭകൾ മുന്നോട്ടിറങ്ങണം. സഭകൾ മുന്നോട്ടിറങ്ങണം. നിങ്ങളുടെ ഫണ്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത്? സ്വത്രം ഉള്ള ഹോള് വീണ്ടും പൊളിക്കുക, ടൈലിളക്കുക, ഗ്രാനൈറ്റ് ഇടുക, ഗ്രാനൈറ്റ് എടുക്കുക, പുതിയ ടൈൽ ഇടുക. ഒരു പ്രാവശ്യം ഇളക്കിയല്ലോ, മതിയെന്നേ. അതിന്റെ ഒരു ജനലിന്റെ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഹാറിൽ ഒരു ഹോൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഒറീസയിൽ 2 ഹോൾ ഉണ്ടാക്കാം. സ്തോത്രം. ഞാൻ ബീഹാറിൽ കഴിഞ്ഞ ദിവസം ഒരു മാസയോധന കൂടിയപ്പോൾ വെറൊരു ഷെഡ്. ആ ഷെഡ് നമ്മുടെ ചർച്ചിന്റെ സൈക്കിളിൽ വെക്കാനേ പറ്റത്തുള്ളൂ. ആ ഷെഡ് നിറഞ്ഞിട്ട് മുറ്റത്ത് മുഴുവൻ ആളാ. കേരളത്തിൽ നിന്നൊരു ബായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് എന്തൊരു ഗുണമാണിത്? ദൈവം ഇന്ത്യയെ സന്ദർശിക്കുന്ന സമയമാണ്. ദൈവം ഇന്ത്യയെ സന്ദർശിക്കുന്ന സമയമാണ്. എന്റെ നിങ്ങളുടെ പേര് വലുതാക്കാനുള്ള പദ്ധതികൾക്ക് വിരാമമിടുക. ദൈവപുത്രന്റെ നാമം മഹത്വത്തിനായി മുന്നോട്ടിറങ്ങുക. സമയം തീരുന്നു. അത് കഴിഞ്ഞപ്പോൾ രാജാവ് വന്നു. രാജാവ് വന്നപ്പോൾ ഒരു പുള്ളിക്കാരന് യൂണിഫോം ഇല്ലാതിരിക്കുന്നു. അതും ഒരിടത്തില്ലാത്ത വീട്. കല്യാണത്തിന് ഡ്രസ്സാക്കി കയറി പിടിക്കും. കല്യാണം വെച്ച ആള്, നീ എന്നാ കോട്ടിടാൻ വന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലില്ല. പക്ഷെ ഇവിടെയുണ്ട്, ദൈവരാജ്യത്തിലുണ്ട്. ആർക്കും വരാം. പക്ഷെ വന്ന പിന്നെ ഇവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. നല്ലവനും വരാം, ദുഷ്ടനും വരാം, ഉഴപ്പനും വരാം. പിൻകാല ചരിത്രം വിഷയമല്ല, പക്ഷെ വന്നു കഴിഞ്ഞുള്ള ചരിത്ര വിഷയം. മനസ്സിലായോ? പിൻകാല ചരിത്ര വിഷയമല്ല, പക്ഷെ വന്നു കഴിഞ്ഞുള്ള ചരിത്ര വിഷയമാണ്. എവിടെ നീ കല്യാണത്തിലല്ല വന്നേ? അവന് വാക്ക് കൊണ്ടി പോയെന്നിരിക്കും. അതൊക്കെ വായിച്ച് പഠിക്കേണ്ട കാര്യം. ഇപ്പൊ ഞാൻ ഈ സമയം എടുക്കുന്നില്ല. വാക്ക് കൊണ്ടിപ്പോയി. അവൻ അതിനു മുമ്പ് പലരെ വാക്ക് പൊട്ടിച്ചാണ്. വാക്ക് കൊണ്ടി
അത് കഴിഞ്ഞ് പറഞ്ഞു കരച്ചിലും പല്ലടി. കരച്ചിലും പല്ലടിയും. നിങ്ങളൊരു മരണ വീട്ടിൽ ചെന്ന് അവിടെ കരച്ചിലുണ്ട്, പക്ഷെ പല്ലടി. പിന്നെ വഴക്കുണ്ടാക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് അവിടെ പല്ലടിയുണ്ട്, കരച്ചിൽ. ഇത് രണ്ടും കൂടി ഒരിടത്ത് വരുന്നേ. ആ സ്ഥലത്തിന്റെ പേരാത്. അത് എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് കിട്ടിയ ഉത്തരം, ഈ നടത്തിപ്പുകാരിത് ശരിക്കും പറഞ്ഞു തരാഞ്ഞിട്ട് അവരോടാണോ പല്ലടിക്കുന്നത്? ഈ ഉടുപ്പ് ചൊവ്വല്ലെങ്കിൽ പോക്കാന്നുള്ള കാര്യം യവന്മാരും പറഞ്ഞു തരാന്നോടാ എനിക്ക് പറ്റിയെന്ന് ഓർത്തിട്ടാണ് ഈ പല്ലടിക്കുന്നത്. സ്വന്തം. അതുകൊണ്ട് വിശുദ്ധിയെ കുറിച്ച് പറയാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവരത് പറഞ്ഞേക്കണം കേട്ടോ. സ്വന്തം. അത് പറയേണ്ട ആൾക്ക് ഉടുപ്പില്ലേ, അയാൾ അങ്ങനെ പറയുന്നു. അതാ വേറൊരു പ്രശ്നം. പിണങ്ങൊന്നും ചെയ്യരുത്. വിശുദ്ധീകരണത്തെ കുറിച്ച് പറയാനുള്ള പ്രഥമ യോഗ്യത എന്നാണെന്നറിയോ? ജീവിത വിശുദ്ധിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. വിശുദ്ധിയെ കുറിച്ച് പറയണമെങ്കിൽ ജീവിതത്തിൽ അതിന് പ്രാധാന്യം കൊടുക്കണം. വിശുദ്ധി വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉടുപ്പാണോ? മീശയാണോ? അല്ല, അതൊക്കെ അതിന് പുറകെ വരും. മനോഭാവത്തിലെ മാറ്റമാണ് വിശുദ്ധിയിൽ ഏറ്റവും പ്രധാനം. അങ്ങനെ ദൗത്യത്തിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇന്ന് രാത്രി ഏറ്റെടുക്കാം. വിശുദ്ധീകരണത്തിൽ ഒരു ഉറപ്പ് ഇന്ന് രാത്രി പ്രാപിക്കാം. എന്നിട്ട് പറയാം, ആമേൻ കർത്താവേ വരണമേ എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.